PM ശ്രീയിൽ ഒപ്പിട്ട ദിവസം അങ്ങയുടെ നാവ് ഉളുക്കിയിരിക്കുകയായിരുന്നു. മറ്റത്തൂരിൽ എന്തിന് വർഗീയത വിളമ്പാൻ ശ്രമിക്കുന്നു? CPM-ന്റെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്വരാജിനോട് ഉത്തരം മുട്ടുന്നൊരു ചോദ്യമാണ് അബിൻ വർക്കി എടുത്തിട്ടത്. സ്വരാജിന് മുട്ടുക തന്നെ ചെയ്യും. പാർട്ടി പോലും അറിയാതെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ഗവർണറും മുഖ്യമന്ത്രിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയ ദിവസം അങ്ങയുടെ പേരുടെ പക്ഷി തീർന്നായിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ബ്രിഡ്ജ് എന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ ദിവസം സ്വരാജിന് പനി പിടിച്ചു കിടന്നു. മറ്റത്തൂരിൽ കണ്ടത് CPI നീക്കമാണെന്നായിരുന്നു അബിൻ വർക്കി അതിനുശേഷം വ്യക്തമായ നിലപാടെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ രാത്രി CPM-ന്റെ ജില്ലാ നേതൃത്വം പണക്കെട്ടുകളുമായി വന്ന് ഔസേപ്പച്ചനെ വലയിൽ വീഴ്ത്തി രാവിലെ ഔസേപ്പച്ചന് വോട്ട് ചെയ്യാനുമെന്ന UDF അംഗങ്ങൾ കാണുന്നത് CPM-ന്റെ പ്രൊട്ടക്ഷനിൽ CPM സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്ന ഔസേപ്പച്ചനെ ഭരണം പിടിക്കാനായി UDF വിമതരെ ഒപ്പം ചേർത്ത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. UDF വിമതനും മുൻ പ്രതിപക്ഷ നേതാവുമായ ഔസേപ്പച്ചനെ പ്രസിഡന്റ് ആക്കാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത്. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ രാത്രി CPM-ന്റെ ജില്ലാ നേതൃത്വം പണക്കെട്ടുകളുമായി വന്ന ഔസേപ്പച്ചനെ വലയിൽ വീഴ്ത്തി. അങ്ങനെയാണ് രാവിലെ UDF അംഗങ്ങൾ കണ്ടത് ഔസേപ്പച്ചൻ CPM-ന്റെ പ്രൊട്ടക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായി കുപ്പായമിട്ട്. ഇതോടെ സ്വാഭാവികമായും ടെസി ജോസഫ് എന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിക്കുകയും ആ വിമതയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനത്തെ BJP-യുടെ 4 അംഗങ്ങൾ ഇങ്ങോട്ട് പിന്തുണയ്ക്കുകയാണ്. അബിൻ വർക്കി തന്റെ കുറിപ്പിൽ സംഭവിച്ചത് വ്യക്തമായി പറയുന്നു. എന്താണ് മറ്റത്തൂരിലെ യാഥാർത്ഥ്യം? ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആകെ CPM അല്ലാതെ ഭരിക്കപ്പെട്ടത് 2000 മുതൽ 2002 വരെയുള്ള UDF ഭരണം മാത്രം. 2003-ൽ വിമത കോൺഗ്രസ് അംഗങ്ങളെ കൂട്ടി LDF ഭരണം അട്ടിമറിച്ചു. 2025-ലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കക്ഷിനില എങ്ങനെയാണ്? UDF 8, LDF 10, UDF-ന്റെ വിമത 2, BJP 4. അപ്പോൾ UDF-ഉം LDF-ഉം 10 വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിക്കാൻ UDF തീരുമാനിച്ചു. അങ്ങനെ UDF വിമതരെയും ഒപ്പം ചേർത്ത് മറ്റേത് പഞ്ചായത്തിനെയും പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. UDF-ന്റെ വിമതനും മുൻ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവുമായ ഔസേപ്പച്ചനെ പ്രസിഡന്റാക്കാനാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ രാത്രി CPM-ന്റെ ജില്ലാ നേതൃത്വം ഔസേപ്പച്ചനെ ചാക്കിട്ട് പിടിച്ചു. അങ്ങനെ രാവിലെ വോട്ട് ചെയ്യാൻ വന്ന UDF അംഗങ്ങൾ കാണുന്നത് CPM-ന്റെ പ്രൊട്ടക്ഷനിൽ സ്ഥാനാർത്ഥിയാകാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജയിക്കാൻ വരുന്ന ഔസേപ്പച്ചനെയാണ്. അങ്ങനെയാണ് ടെസി ജോസഫ് എന്ന മറ്റൊരു വിമതയെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനമെടുത്തത്. ഇതാണ് ഉണ്ടായത്. പക്ഷേ രാവിലെ മുതൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന വാർത്ത 8 കോൺഗ്രസ് അംഗങ്ങൾ BJP-യിൽ ചേർന്നു എന്നാണ്. ഒരാളെങ്കിലും BJP-യിൽ ചേർന്നോ എന്നാണ് അബിൻ വർക്കി ചോദിക്കുന്നത്. ഇല്ല. ആരെങ്കിലും ചേരുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ഇവരാരെങ്കിലും കോൺഗ്രസുകാർ അല്ല എന്ന് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ പ്രശ്നം അപ്പോൾ എന്താണ്? അത് പാർട്ടികളിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അതും വരും ദിവസങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇനി ശ്രീമാൻ സ്വരാജിനോടാണ്. PM ശ്രീയിൽ ഒപ്പിട്ട ആ ദിവസം അങ്ങയുടെ നാവ് ഉളുക്കിയിരിക്കുകയായിരുന്നു. പാർട്ടി പോലും അറിയാതെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ഗവർണറും മുഖ്യമന്ത്രിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയ ആ ദിവസം അങ്ങയുടെ പേരുടെ മഷി തീർന്നുപോയി. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ബ്രിഡ്ജ് എന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ ദിവസം അങ്ങേക്ക് ക്ലൂ പിടിച്ചായിരുന്നു. നാട്ടിൽ ചില സാമുദായിക നേതാക്കൾ RSS-ന് വഴിയൊരുക്കാനായി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ അവര് സ്വന്തം കാറിൽ കയറ്റി ആനയിച്ച മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അങ്ങ് അർത്ഥനായിപ്പോയി. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ ത്രിപുരയിലെ ചുവപ്പ് പാർട്ടി ഓഫീസുകൾ എങ്ങനെ കൂട്ടത്തോടെ കാവ്യായെന്നും ബംഗാളിലെ ഇന്നത്തെ അവസ്ഥയിൽ ഗഗൻ മാർമു തൊട്ട് കണ്ണന്താനം വരെയുള്ളവരെ ഓർക്കുന്നതും നല്ലതാണ്. പിന്നെ ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 67-ലെ സംയുക്ത വിധായക് ദളും CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി LK അദ്വാനി പ്രസംഗിക്കുന്ന ചിത്രവും EMS-ഉം AB വാജ്പേയിയും ഒരുമിച്ച് നടത്തിയ ചായ സൽക്കാരങ്ങളും അതുതൊട്ട് ആണവ കരാറിൽ ഒരുമിച്ച് വോട്ട് ചെയ്തത് വരെ ഓർമ്മിക്കുന്നത് സ്വരാജിന് നല്ലതാണ്. ചരിത്രത്തിലും വർത്തമാനത്തിലും RSS-നെ വെള്ളത്തിന് മുന്നിലാക്കാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഷ്ടപ്പെട്ട ഒറ്റുകാട് റോഡ് തന്നെയാണ് CPM-ന്. എളുപ്പത്തിൽ ലയിക്കാവുന്ന ഒരു ഘടനയാണ് കോൺഗ്രസിനും BJP-ക്കും ഇപ്പോഴുള്ളതെന്നും പണ്ട് ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും RSS-ലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വമെടുക്കാനും പ്രവർത്തിക്കാനും തടസ്സമില്ലെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിരുന്നെന്നുമൊക്കെ മറ്റൊരു വിഷയത്തിൽ സ്വരാജ് പറയും.